ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂപ്റ്റു പ്രോ മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ BGMI പ്ലേ ഗെയിമായിട്ടല്ല വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ഗെയിമിങ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ സോങ്ങുകൾ കേൾക്കുമ്പോഴായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ 5000-ന് താഴെ ഏറ്റവും നല്ല എയർബഡ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതേതാണെന്ന് ചോദിച്ചാൽ ബോട്ട് പുറത്തിറക്കിയ നിർവാണ സെനിറ്റ് പ്രോ എന്ന ഇയർബഡ്സാണ്. ഇതിന് വളരെ നല്ല പ്രത്യേകതകളും നല്ല ഉപകാരങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുത്ത പൈസയ്ക്ക് വെർത്താണ് ഈ ഇയർബഡ്സ്. പിന്നൊരു കാര്യം, ഞാൻ അൺബോക്സിങ് റിവ്യൂ അല്ല പറയുന്നത്, യൂസ് റിവ്യൂ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1.5 മാസത്തിനടുത്തായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നന്നായിട്ട് എനിക്ക് വെർത്തായി. കൊടുത്ത പൈസയ്ക്ക് ഭയങ്കര ഉപകാരപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ ഗെയിം കളിക്കുമ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാം നിർവാണ സെനിറ്റ് പ്രോ എന്ന ഇയർബഡ്സ് ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല എഫക്റ്റീവുമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങാൻ, നിങ്ങൾക്ക് 5000-ന് താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായി വാങ്ങാൻ പറ്റുന്ന ഒരു ഇയർബഡ്സാണ് നിർവാണ സെനിറ്റ് പ്രോ. ലുക്ക് ബേസ് ആണെന്നുണ്ടെങ്കിൽ 10/10 കൊടുക്കാൻ നമുക്ക് നല്ല ലുക്കുണ്ട്, പ്രീമിയം ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് 10/10 തന്നെ ഇതിന് റേറ്റിംഗ് കൊടുക്കാം. ആ ലുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഇതിൽ തന്നെയാണ് നിർവാണ സെനിറ്റ് പ്രോ ബോട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. നല്ല പ്രീമിയം ക്വാളിറ്റി, ആർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. ഇവർ ഒരു വളരെ ഭംഗിയുള്ള രീതിയിൽ നല്ല ഉപകാരപ്പെടുന്ന, കൊടുത്ത പൈസക്ക് വെർത്താവുന്ന ഒരു ഇതന്നെ ഇറക്കിയിരിക്കുന്നത്. പിന്നെ വേറെ ഒരുപാട് ഇയർബഡ്സ് ഇറങ്ങിയിട്ടുണ്ട് ഇതേ പ്രൈസിൽ തന്നെ, വളരെ വ്യത്യസ്തമായി. ഇപ്പോൾ OnePlus-ൻ്റെ ഒക്കെ കിട്ടും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് നിർവാണൻ്റെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൻ്റെ ശബ്ദ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് ഒരു തിയേറ്റർ റെസൊല്യൂഷനിൽ വരെ കേൾക്കാൻ പറ്റുന്ന അത്രയും നല്ല ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടിയിൽ കാണുന്ന ബട്ടൺ റീസെറ്റ് ബട്ടണാണ്. പിന്നെ ചാർജിങ് കേബിളിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അടിയിൽ തന്നെ. വയർലെസ് ചാർജിങ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് മൊബൈൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ആപ്പ്, ഇതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആപ്പ് ഓപ്പൺ ആയി വരും സിസ്റ്റം, സൗണ്ട്, ടച്ച്, ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മറ്റേ കണക്റ്റിങ്ങിന് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൈക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ നമുക്ക് നോക്കാം. ഇതിൽ 6 മൈക്കുകൾ വരുന്നുണ്ട്. നല്ല വോയിസ് ക്വാളിറ്റിയാണ് നമുക്കിതിൽ കിട്ടും. അതാണ് ഇതിൻ്റെ വേറൊരു വ്യത്യസ്തമായ പ്രത്യേകത. ഈ പൈസയ്ക്ക് കൊടുത്ത വേറെ ഏതിലും 6 മൈക്കൊന്നും ഉണ്ടാവാറില്ല സാധാരണ. അപ്പോൾ നമുക്ക് ഇതിൽ ട്രിക്സൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു സോങ് പ്ലേ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ക്വാളിറ്റി എങ്ങനെയാണ് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. നല്ല സോങ്ങാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. ഇവിടെയാണ് ശബ്ദത്തിൻ്റെ ഓരോ മോഡുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുക. അപ്പോൾ കുറച്ച് കൂട്ടിയിട്ട് നമ്മൾ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഹൈ മോഡലില്ലെങ്കിൽ ഇപ്പോൾ സെൻറ്റർ, മീഡിയം മോഡുണ്ട്, ഏറ്റവും കുറവുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൽ 3D സൗണ്ട്സ് എഫക്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഓണാക്കിയ ഉള്ള എഫക്റ്റ് വേറെയാണ്. അപ്പോൾ ഓഫാക്കാനും പറ്റും. നല്ല കുറച്ചും കൂടി സ്ക്രോൾ ചെയ്ത് അടിയിൽ പോവുക. എന്നിട്ട് നമ്മൾ അപ്പോഴേ കൊടുത്തതിൽ മാക്സിമം, മിഡിൽ, മോഡറേറ്റ്, അങ്ങനെ 3 ഓപ്ഷൻസാണ് അതിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് അടിയിലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി, ശബ്ദം കയറി ഇറങ്ങി, അങ്ങനെ ഏത് മോഡ് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ സ്ക്രീനിൽ കണ്ട് അറിഞ്ഞോളൂ. ഞാൻ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നോയിസ് ക്യാൻസലേഷൻ. ANC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് നോയിസ് ക്യാൻസലേഷൻ 50 dB വരെ ഹൈപ്പർ മോഡിൽ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ പുറത്ത് ANC സൗണ്ട് വളരെ കുറവായിട്ടേ കേൾക്കുള്ളൂ. പിന്നെ ബ്ലൂടൂത്തിൻ്റെ വിഷൻ 5.4 ഉണ്ട്. വേഗത്തിൽ കണക്റ്റ് ആകാൻ ഇത് ഭയങ്കര എഫക്റ്റാണ്. പിന്നെ നോക്കുമ്പോൾ ഡ്രൈവേഴ്സ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, അതിൽ
12mm വരെ ഡീപ്പ് സൗണ്ട് ബാസ് ഉണ്ട്. പിന്നെ സൗണ്ട് കോർഡിനേറ്റർ ഉണ്ട്, സപ്പോർട്ട് ഹൈ. ഇപ്പോൾ 6 മൈക്ക്. ഇതിലിപ്പോൾ ANC ഓഫ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 80 മണിക്കൂർ വരെ ചാർജ് നിൽക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ANC ഓൺ ആണെന്നുണ്ടെങ്കിൽ 40 മണിക്കൂർ വരെ ചാർജ് നിൽക്കും. നമുക്ക് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 250 മിനിറ്റ്സ് വരെ പ്ലേ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, ചാർജിങ് ടൈം 35 മിനിറ്റാണ് ഇയർബഡ്സിൻ്റെ ചാർജിങ് ടൈം വരുന്നത്. ചാർജിങ് കേസിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും 50 മിനിറ്റുമാണ് വരുന്നത്. പിന്നെ ടച്ചാണ്, മറ്റേ ബാക്കിയുള്ള ഇയർബഡ്സ് പോലെ മറ്റേ സ്വിച്ചിൻ്റെ മോഡലല്ല വരുന്നത്, ടച്ച് മോഡലാണ് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഓരോന്നോരോന്നായി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ പിന്നെ ഓരോരോ മോഡുകളും വളരെ വർത്താണ്, നമുക്ക് കൊടുത്ത പൈസയ്ക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. വേറെ ഇയർബഡ്സ് ഉണ്ടാവും, ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ചൊക്കെ നല്ല രസമുണ്ടാകും, പിന്നെ കുറേ കഴിയുമ്പോൾ വേണ്ട ഒരു മടുപ്പ് വരും. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ഉപയോഗിക്കുക നല്ല രസമാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ. noob2pro മൈ യൂട്യൂബ് ചാനൽ. ബൈ.